അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആശ്വാസഭവനിലെ അന്തേവാസികളാണ് കേട്ടോ. ഇവരെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ഹലോ ഗേൾസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്വാസഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇത് നടത്തി കൊണ്ടുപോകുന്ന മാം ഉണ്ട്, പിന്നെ അതുപോലെ സാറുണ്ട്. അപ്പോൾ സാറിനെയും മാമിനെയും നമുക്ക് പരിചയപ്പെടാം. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെ അവിടെ കുറച്ച് അന്തേവാസികളുണ്ട്, അവരെ നമുക്ക് കാണാം. അപ്പം എൻ്റെ കൂടെ സുഹറ വ്ളോഗുണ്ട്, പിന്നെ നരിക്കുനില്ലേ നമ്മളെ സജിത്തുണ്ട്, ഒക്കെ ബ്ലോഗർമാരാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കും. നമ്പറിൽ ആർക്കെങ്കിലും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ നമ്പറിലേക്ക് സഹായം പിന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആശ്വാസഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓണർമാർ അല്ലേ. മാമിൻ്റെ പേരെന്താ? എൻ്റെ പേര് മിനി. എൻ്റെ ഒരു പത്രോസ്. അപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 2006 ഏപ്രിൽ 4 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണത്. ഇതിങ്ങനെ തുടങ്ങാനൊരു കാരണം? തെരുവിൽ കിടക്കുന്ന ആരുമില്ലാത്ത ആൾക്കാരെ, ഒരു നേരം ഭക്ഷണ നിവൃത്തിയിൽ ഭാരപ്പെടുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് വേണ്ട ഭക്ഷണവും മരുന്നും പാർപ്പിടം കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതൊരു സ്ഥാപനം മതത്തിൻ്റെ കീഴിലോ ഒരു സംഘടന കീഴിലല്ല. ഞാനും എൻ്റെ ഭാര്യ 3 മക്കളുമായി 2006 ആരംഭിച്ച ഒരു പ്രവർത്തനമാണ്. തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ആൾക്കാരെ, മാനസിക രോഗികളെ, ആരുമില്ലാത്തവരെ അങ്ങനെയുള്ള കൊണ്ടുവന്ന് അവരെ വേണ്ട സംരക്ഷണം ചെയ്തു കൊടുത്ത് മരണം വരെ 70ഓളം പേര് ഇവിടെ നിന്ന് മരിക്കാനിടയായി ഈ ഒരു മാസം വരെ. അങ്ങനെയുള്ള ആരുമില്ലാതെ ബന്ധുക്കളുള്ളവർ നമ്മൾ ഏറ്റെടുക്കുന്നില്ല. പോലീസുകാർ അധികാരം കൊണ്ടുവരുന്നുണ്ട്, ജനപ്രതിനിധികൾ കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്, നിലമ്പൂർ ഹോസ്പിറ്റലിൽ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ ബന്ധപ്പെട്ട് ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ആൾക്കാരെ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു നേരം ഭക്ഷണം കൊടുത്ത് പുതു ജീവിതത്തിൽ കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കുടുംബമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. അവരുടേതായ മതത്തിൻ്റെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിംസിൻ്റെ ആൾക്കാരും വടവറം പള്ളിയിലാണ് മറവ് ചെയ്യുന്നത്. 15ഓളം പേരെ അവരെ കഴിഞ്ഞ മാസം മറവ് ചെയ്തു. മറ്റുള്ളവരെ മതക്കാരിക്കുന്ന മമ്പാട് പഞ്ചായത്ത് പൊതുശ്മശാനത്തുണ്ട്, അവിടെ മറവ് ചെയ്യുന്നു. ബന്ധുക്കൾ ആരും ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി അവരെ കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു യാത്രാവസ്ഥ നമുക്കില്ല. ഇപ്പോൾ വാടകക്കെട്ടിലാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാടകയാണ് 2006 മുതൽ ഷെഡായിട്ടാണ്. ഒരു തൊഴുത്തെന്ന് പറയാം. ഞങ്ങൾക്കൊരു നല്ലൊരു അധീനത്തിൽ എത്തിക്കിട്ട് 10 പേരെ കൂടെ എടുത്ത് ഒരു 300 പേരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്വന്തമായി ബിൽഡിങ് പണിത് അതിനകത്ത് നല്ല സുരക്ഷിതയോടു കൂടെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ട സപ്പോർട്ട് ജനങ്ങൾ നമുക്ക് വേണ്ടത്. പിന്നെ സാറ് ഇതിലേക്ക് വരാനുള്ളൊരു സംഭവമല്ലേ, അതൊന്ന് പറയാം. ഇതിലേക്ക് വരാനുള്ള കാരണം 2003-4 ഇങ്ങനെ ഒരു സംഭവം. എൻ്റെ യാത്രാവേളയിൽ ഒരു മാനസിക രോഗി ഒരു കടയിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ച് ആ കടക്കാർ ആ വ്യക്തിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു. അന്ന് ആ വെളിച്ചത്തിലാണ് എനിക്ക് ഉള്ളിലൊരു സഹതാപം തോന്നിയത്. ഒരു നേരം ഭക്ഷണം നിവൃത്തിയില്ല ഭാരപ്പെട്ട ഒരു കഴിക്കാൻ വേണ്ടി വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചപ്പോൾ ആ ആപ്പിളിൻ്റെ വില നോക്കാതെ ആ കടക്കാർ അയാളെ ക്രൂരമായി മർദ്ദിക്കുകയും റോട്ടിൽ തള്ളിയിടുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. 2004 മുതൽ കൊണ്ടുവന്ന് അങ്ങനെ 2006 ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് നോക്കാൻ ഉദ്ദേശത്തോടെ കുടുംബം ഞാൻ ഷെയർ ചെയ്തു. അങ്ങനെയാണ് 2006 ഇത് ഇറങ്ങിയത്. അവിടെ കിടക്കുന്ന അനേകർ തെരുവിൽ കിടക്കുന്നവരാണ്, ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ കിടക്കുന്നവരാണ്, ചാക്ക് ഷീറ്റ് പൊതിഞ്ഞവരാണ്, പ്ലാസ്റ്റിക് ഷീറ്റ് നഗ്നത മറയ്ക്കുന്നവരെ. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാണ് നമ്മൾ ഇത്ര നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പോലീസുകാർ അറിഞ്ഞ് അവരും കൊണ്ടുവരുന്നവരുണ്ട് ആൾക്കാരെ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ 3 മക്കൾ, ഇതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി മുന്നോട്ട്. ഇപ്പോഴാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇപ്പോൾ ജംഷിയുടേതായ ഒരുമ ടാർഗറ്റ് ട്രസ്റ്റ് ഒരുമയുടെ കൂട്ടായ്മയാണ് ഇന്നിവിടെ ഈ ഞായറാഴ്ച ആശ്വാസമുള്ള ഒരു 50ഓളം പേര് വന്നിട്ടുണ്ട് ഇവിടെ. അവരാണ് ഇന്ന് പരിപാടിയുടെ കലാപരിപാടിയും ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡും അവരാണ് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആശ്വാസം അനാഥാലയം. അതിൻ്റെതായ സപ്പോർട്ട് ജനങ്ങളാണ്. ആ ജനങ്ങളാണ് ഞങ്ങളോടുകൂടെ സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇതിപ്പോ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, സഹായിക്കാൻ പറ്റുമല്ലോ. ഓരോക്കെ അടുത്തേക്ക് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് അല്ലേ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് എത്തിക്കുകയാണ് വളരെ നല്ലത്. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തെരുവിൽ കിടക്കുന്നവർ അധീനം കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 23 പേര് നമുക്കുണ്ട്. എത്ര ആൾക്കാരുണ്ടായിരുന്നു ആദ്യം? 70ഓളം പേരുണ്ടായിരുന്നു. 70ഓളം പേരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരാളൊരു 80ഓളം പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ.
അങ്ങനെ പല ഇതിലും ആൾക്കാർ മരിക്കുന്നുണ്ട്. വീട്ടുകാർ അപൂർവം കൊണ്ടുപോകുന്നുള്ളൂ. വീട്ടുകാർ അവർക്ക് വേണ്ടാത്ത ആൾക്കാരാണ്. വീട്ടുകാരെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവർ ഉപേക്ഷിക്കപ്പെട്ടു പോവാണ്. ഇതുവരെ ഞങ്ങൾ വാടക കെട്ടിടത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാടക 2000 രൂപ വാടക, കറണ്ട് ബില്ലാണ് ഓവർ വന്നുകൊണ്ടിരിക്കുന്നത്. 3000-4000 രൂപ കറണ്ട് ബില്ലുണ്ട്. വാടക എന്ന് പറഞ്ഞാൽ ചെറിയ വാടക അവർ വാങ്ങുന്നുണ്ട്. നമ്മളോട് കൂടെ പ്രവർത്തനമാണ് ഇതിൻ്റെ ഉടമ. ഞങ്ങളൊരു 5 സെൻറ്റ് സ്ഥലം ഇതിനോട് ചേർന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനൊരു എക്സ്പെൻസീവ് ഈ ഡിസംബർ മാസം കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാനുണ്ട്. അതിനുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൂടാത്തത് കൊണ്ട് ജനങ്ങളെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സാമ്പത്തികം കൊടുത്ത് കെട്ടിടം പണിത് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേന് അതിൻ്റെ പണി തുടങ്ങി നല്ല നിലവാരത്തിൽ എത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് എത്തിക്കഴിഞ്ഞാൽ 300 പേരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആരുമില്ലാത്തവരെ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുക, മരണം വരെ പോറ്റി പുലർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഞങ്ങൾ കുടുംബമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിന് സമൂഹത്തിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. അതിന് സപ്പോർട്ട് വേണ്ട കാര്യങ്ങൾ ഇത് കേൾക്കുന്നവർ ചെയ്യുക. അവരെ മനസ്സ് തുറക്കുക. നമുക്ക് അവരെ മനുഷ്യനെ മാറോട് ചേർക്കാം. നമുക്ക് അവരെ തള്ളപ്പെട്ട് കളയാതെ ഉപേക്ഷിക്കാതെ നമുക്ക് ഒറ്റക്കെട്ട ഒരു മനസ്സോ നിന്നുകൊണ്ട് ഉറ്റവരും ഉടയവരും ഇല്ലാത്തവർ നമുക്ക് മാറോട് അണച്ച് ഒരു മനുഷ്യൻ എന്ന നിലവാരത്തിൽ അവരെ വാർത്തെടുത്തുകൊണ്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടെ ഞങ്ങളായിരിക്കുന്നത്. അതിനുവേണ്ട ഗ്രൗണ്ട് സപ്പോർട്ട് സമൂഹത്തിൽ നമുക്ക് വേണ്ടത്. കെട്ടിടം വേണം, അതിന് നല്ല നിലവാരം വേണം. ആ നിലവാരത്തോടെ പോയി കഴിഞ്ഞാൽ അനേകം ആശ്വാസമായി തീരും. സ്ഥാപനത്തിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഞാനൊരു 7 വർഷമായിട്ട് ഇപ്പം നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിൽ ഉണ്ട്. ചാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരെ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ എൻ്റെ അടുത്ത് എടുത്ത് കൊടുക്കാനില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ നമ്മൾ എടുത്ത് സഹായങ്ങൾ ചോദിച്ചാൽ അവർ തരും. ആ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആ പറഞ്ഞ വ്യക്തികൾക്കോ അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ പിന്നെ വൃദ്ധസ്ഥാനങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ എത്രക്കും അർഹതപ്പെട്ട ഒരു വൃദ്ധസ്ഥാനം നമ്മളെ ശ്രദ്ധയിൽ ഇപ്പോൾ അടുത്താണ് പെട്ടത്. അതിപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇവിടുത്തെ ഒരു അവസ്ഥ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം. അവർ കിടക്കുന്ന അവസ്ഥ എന്താ വെച്ചാൽ വെറും പിന്നെ ഒരു ഷെഡിലാണ് അവർ കിടക്കുന്നത്. ചെറിയ ഒരു പിന്നെ ഓടിട്ട് ചെറിയൊരു വീടുമാണ്. അതിനൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് മഴ ഇതാവും, വെള്ളമാവും. അപ്പോൾ അതിന് നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു പാർപ്പിടം. അങ്ങനെ ആശ്വാസഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പിന്നെ ഓണർമാരാണ് മാമും അതുപോലെ സാറും. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ അവിടെ പോകുമ്പോൾ നമുക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അവർ നിൽക്കുന്ന വീടാണിത്. ഒരു ഷെഡാണ് കേട്ടോ, മുറ്റത്ത് ഷെഡ് കെട്ടിയിട്ട് അവിടെയാണ് അവർ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അവർക്ക് കൊടുക്കണം. കാരണം നമ്മളെ ഉപ്പമാരെ മാതിരിയോ നമ്മളെ അച്ഛന്മാരെ മാതിരിയോ അമ്മമാരെ മാതിരിയൊക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. മക്കളൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ മക്കൾക്കൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടത് അത് ഭയങ്കര തന്നെ നമുക്ക് കാണാൻ തന്നെ കഴിയണില്ല. ഭയങ്കര സങ്കടമാണ് കേട്ടോ ആ ഒരു അവസ്ഥ. അങ്ങനെ അവർക്ക് വേണ്ടി കലാവിരുന്ന് ഒരുക്കിയതാണ് കേട്ടോ. നമുക്ക് ഇന്നലെ ഒരുക്കിയതാണ്. സൺഡേ എല്ലാവർക്കും അവധിയായപ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെയുള്ള ആളുകൾ. 25 ആളുകളുണ്ട്. ഇപ്പം ഇത് 71ഓളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. കാരണം അത് 2006 തുടങ്ങിയതാണല്ലോ. അപ്പം ഇവരൊക്കെ ഒരു സന്തോഷമാണ്. നമ്മളൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുക, ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവരൊക്കെ ഇരിക്കണ കണ്ടില്ല. പിന്നെ ഇവരെ വകയായിട്ട് കലാവിരുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് കലാകാരന്മാരും ഉണ്ട് കേട്ടോ. കാരണം പാട്ടും എല്ലാം അറിയുന്ന ആളുകളും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. നമസ്കാരം. പിന്നെ എനിക്ക് വലിയൊരു സംസാരിച്ചാണൊക്കെ അറിയാലോ, വലിയ ശീലമല്ല. പിന്നെ പ്രവർത്തിച്ചിട്ട് ശീലമുള്ളൂ. അപ്പോൾ അതിൽ തന്നെ പറയുകയാണ്. പിന്നെ നമ്മളെ ഈ ഒരു മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമ്മൾ തിരഞ്ഞെടുത്തത് ഒരുപാട് പിന്നെ അഗതി മന്ദിരങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു അർഹതപ്പെട്ട ഒരു അഗതി മന്ദിരം നമ്മൾ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെട്ടത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് തന്നെ ക്ഷണിച്ചത്. അറിയാലോ, നമ്മൾ വന്നപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവരും ഇതൊരു ഷെഡിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് നല്ലൊരു ബിൽഡിങ്ങിലേക്ക് നമുക്ക് മാറ്റണം. അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്നു കൊണ്ട് നമുക്ക് പ്രവർത്തിക്കും വേണം. അപ്പോൾ അത് നമുക്ക് ഇപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ പിന്നെ അപത്രോ സാറ് നിങ്ങളോട് പറയും. അതുപോലെ ഫാമിലിയാണ് ഇത് നമ്മളെ ഈ ഒരു ഇത് കൊണ്ടു നടക്കുന്നത്, ഈ സ്ഥാപനം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം സാറ് പറഞ്ഞു തരും. ഒരുമ പ്രവർത്തകരായ അരീക്കോട് പ്രവർത്തിക്കുന്ന ജംഷിയുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ ഈ രാവിലെ ആശ്വാസ ഭവനിൽ കടന്നു വരുവാനും ഞങ്ങളോടൊത്ത് സന്തോഷത്തിൽ പങ്കുചേരുവാനും കിടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദി കടപ്പാട് ഞങ്ങൾ അറിയിക്കുന്നു. ഇനി വരുവാനുള്ളവരും വന്നവരും ഞങ്ങളുടെ ആശ്വാസ ഭവൻ്റെ ക്ഷണം സ്വീകരിച്ച പ്രിയപ്പെട്ട പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ജംഷി പറഞ്ഞത് 2006 ആശ്വാസ ഭവൻ അനാഥാലയം ആരംഭിക്കാനിടയായത്.
തികച്ചും ഇതൊരു മതത്തിൻ്റെ കീഴിലോ സംഘടന കീഴിലല്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്ന ജംഷിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരുമ എന്ന സംഘടന പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നമുക്കും മാറി നിൽക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് സമൂഹത്തിൽ നാം എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ നാളുകൾ നമ്മൾ ആഗോളം അവരെ മാറോട് അണയ്ക്കുവാൻ ചേർത്ത് പിടിക്കും നമ്മൾ കഴിയട്ടെ. ഭാര്യ, 3 മക്കൾ. ആ 3 മക്കളിൽ രണ്ടാമത്തേനാണ് മോള്. കുടുംബമായി മൂന്നാമത്തേന് കൊച്ചു ഇവിടെ ഉണ്ട്. ഞങ്ങളെ കുടുംബമായിട്ടാണ് ഇവരെ ശുശ്രൂഷിക്കുകയും അവരെ കരുതുകയും അവരോട് കൂടെ ഞങ്ങൾ ഇഴുകി ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാവിലെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് വളരെ അകമഴിഞ്ഞ സ്നേഹത്തെ നിങ്ങൾ അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ജംഷിക്ക് പ്രത്യേകം നന്ദി. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. നമ്മുടെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് 2000-ഓളം പേരുന്ന ഒരു ഗ്രൂപ്പ് അംഗമുണ്ട് നമുക്ക്. അതിലൊരു അംഗമാണ് ജംഷി. ആ ഗ്രൂപ്പിലൂടെയാണ് ഇത് അറിയുവാനിടയായത്. അങ്ങനെയാണ് ഇത്രത്തോളം ഇവിടെ നിർത്തുവാനിടയായത്. ഇന്ന് ഈ ടീമിലേക്ക് സഹകരിക്കുന്ന എല്ലാവർക്കും യൂട്യൂബറായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുന്നു. ഞങ്ങൾ ചെറിയ പ്രവർത്തനത്തിൽ പങ്കാളിയായി തീരുവാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരിയായി എന്നോടുകൂടെ കഴിഞ്ഞ ഒരു 53 വർഷം മുന്നോട്ട് പഠിച്ച സെക്കീന, ഞങ്ങളൊന്ന് പോകും എന്നുള്ള പ്രതീക്ഷ എന്നെ ആൾട്ടിക്കൊണ്ട് ഞാൻ ആ ഭക്ഷണം എടുത്തത്, അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ആ വ്യക്തിയെ താങ്ങിയെടുത്ത് ഞാൻ മാറോട് ചേർത്ത് 1 കിലോ ആപ്പിൾ വാങ്ങി അയാൾക്ക് കൊടുത്തു. അതേ കടന്ന പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴ സൈഡിൽ കുറേ വേസ്റ്റ് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് ആപ്പിളും ഓറഞ്ചും മുന്തിരും ഒക്കെ ഉണ്ട്. ഞാനത് വാരിയെടുത്ത് കൊണ്ടുവന്ന് ഇത് തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആ കടക്കാരോട് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ കൊണ്ടുപോയിട്ട ഒരു ആപ്പിളും മുന്തിരിയുമാണ് ഇതൊക്കെ, അതിൻ്റെ വിലയും നിങ്ങൾ താരതമ്യപ്പെടുത്തും. ഈ ഒരു ആപ്പിളിൻ്റെ വിലയും ഈ പ്രിയപ്പെട്ട ആ പിതാവ് എടുത്ത ആപ്പിളിൻ്റെ വില നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്താൻ പറഞ്ഞു. നിങ്ങൾ ഇന്ന് കളഞ്ഞ ആ ആപ്പിളിൻ്റെ വില നിങ്ങളെക്കാൾ അവരിയായി. ഒരു മനുഷ്യൻ ജീവൻ്റെ വില നിങ്ങൾ കണക്കാക്കാതെ ആ വ്യക്തിയെ നിങ്ങൾ ഉപദ്രവിക്കുകയും മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ച് നിങ്ങൾ ക്രൂരം മർദ്ദിപ്പാനിടയായി. പറയാൻ അവിടെ 1000-600 ആൾക്കാർ വട്ടമിട്ട് കൂടുവാനിടയായി. എൻ്റെ ചരിത്രം ചോദിച്ച് എൻ്റെ പേര്, ഞാൻ ആ പേരൊന്നും പറഞ്ഞില്ല, ഞാൻ അതല്ല വിഷയം. ഒരു മനുഷ്യൻ്റെ വിശപ്പാണ് അതീതരമായി ക്രൂരമായി നാട്ടുകാരനെ തേജോപനം ചെയ്തതിനിടയായി. എൻ്റെ മനസ്സിൽ ഭാരമായത് ഒരു മനുഷ്യനാണല്ലോ നമ്മളെപ്പോലെ ടിക്കറ്റ് എടുത്ത പോയിട്ടിലാണ് ഇവിടെ എത്തുന്നത്. അവസാനം ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന് മരുന്ന് കഴിച്ച് ഇപ്പോഴും മരുന്ന് കഴിക്കട്ടും. ശ്വാസം മുട്ടിൽ നടക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 വർഷം. ഇപ്പോൾ ഏകദേശമൊക്കെ ക്ലിയറായി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ പറ്റി. പ്രശ്നമില്ല. അതാണ് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ. മൂപ്പര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്നതും കണ്ടതിനും നന്ദി, നമസ്കാരം. പനീരിലഭിഷേകം മണക്കും തേനാലയഭിഷേകം നലമിൻറായിന്ത് നാഥനുക്ക് മന്നവനാമുകളയ്യനുക്ക് മന്മാഭിലഭിഷേകം പൊരുതും മന്മാഭിലഭിഷേകം പന്തളത്ത് ബാലനക്ക് പമ്പൈ നദിവാസനക്ക് സന്തനത്തിലഭിഷേകം ചങ്കിലേശം ചാത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയൽ ദേവമനോഹരിയല്ലേ പ്രകാശമേ നിന്നിടനടയിൽ നമ്പരം തുള്ളും ഞാൻ നീ എന്നടയിൽ നീലനിലാവായി മായ്ച്ചും ഒരു നീലനിലാവായി മായ്ച്ചും ചാന്ത് പൊട്ടും ചങ്കിലസം ചാത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയൽ ദേവമനോഹരിയല്ലേ പ്രകാശമേ നിന്തടനടയിൽ നമ്പരം തുള്ളും ഞാൻ നീ എന്നടയിൽ നീലനിലാവായി മായ്ച്ചു. നല്ലൊരു യമുന ഗന്ധിയോ അറബി പെൺകൊടിയോ പെൺകൊടിയാരുമീ റംസാനിലെ ചന്ദ്രിയോ എന്നടുത്തെത്തുമ്പോൾ എന്ത് ചോദിക്കണം എന്തിനാണ് ഈ മൗനം മാണിക്ക വീണയുമായ മനസ്സിൻ്റെ താമര പൂവിലണഞ്ഞവളെ പാടുകില്ലേ വീണ നീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ എന്നടുത്തെത്തുമ്പോൾ എന്ത്
നല്ല അടിപൊളി നല്ല സൂപ്പർ പാട്ട് അല്ലേ? നമ്മൾ അവർക്ക് വേണ്ട ഫുഡ് പിന്നെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഇത് സ്പോൺസർ ചെയ്തത് നമ്മുടെ അയ്യൂബ് പെരിന്തൽമണ്ണയാണ്. പിന്നെ ഇതിൽ ഒരുപാട് ഭാരവാഹികളുണ്ട് കേട്ടോ. ആരൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ജംഷി അരീക്കോട് ഒരുമ വാട്സപ്പ് കൂട്ടായ്മൻ്റെ കീഴിലുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അവരെയൊക്കെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയുന്നതാണ് കേട്ടോ. ഒരുമ വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലാണ് ഈ ഒരു കലാവിരുന്ന് ഇവിടെ ഒരുക്കിയത്. പിന്നെ അതുപോലെ അയ്യൂബ് പെരിന്തൽമണ്ണയാണ് നമ്മൾ ഫുഡ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പിന്നെ പ്രോത്സാഹനം കൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു അത് ഉണ്ടായത്. കാരണം പിന്നെ ഒരു വിരുന്നുണ്ടായത്. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക, അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ, അവർക്ക് ഫുഡാണോ വസ്ത്രമാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്ക് ഏറ്റെടുത്ത് കുറെ ആൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് അന്നത്തെ ഫുഡ് അയ്യൂബ് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ ഒരാളാണ് സ്പോൺസർ ചെയ്തത്. അപ്പം നമ്മൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുക. ഞാൻ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. ഇല്ല നിങ്ങൾ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അവർ കിടക്കുന്നതാണ് ഇത് കണ്ടില്ലേ, ഓരോ ബെഡ്റൂം മാതിരി. പിന്നെ ഉള്ളിലുണ്ട് 2-3 റൂമുണ്ട്. അതുപോലെ പുറത്ത് പിന്നെ ഷെഡിലാണ് അവർ കിടക്കുന്നത്. അത് നിങ്ങൾക്ക് പോയി കണ്ടാൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഇതാണ് അവർ അടുക്കളയാണ് ഇട്ടത്. അടുക്കള ഇങ്ങനെ ഒരു ചെറിയൊരു അടുക്കളയാണ്. ഇവിടെ വെച്ചിട്ടാണ് അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഇന്നലെ പ്രോഗ്രാം ആയതുകൊണ്ട് പാത്രങ്ങളൊക്കെ കുറച്ചൊന്ന് നിരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഇല്ലതിനനുസരിച്ച് അവർ നല്ലവണ്ണം അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അവരോട് കഴിയണതിനനുസരിച്ച് അവർ നോക്കുന്നുണ്ട്. അവരെ നല്ലവണ്ണം തന്നെ പരിചരിച്ച് കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ 3 ഏട്ടനും ഏട്ടൻ്റെ വൈഫും മക്കളും കൂടിയിട്ടാണ് ഇവരെ പരിചരിക്കുന്നത്. ഇവരാണ് നമ്മൾ അന്തേവാസികളായിട്ടുള്ള നമ്മളെ അച്ഛനമ്മമാരെ പോലെയുള്ള ആളുകൾ കേട്ടോ. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്തായാലും കൊടുക്കണം, പൈസ അയച്ച് കൊടുക്കുക, അവരെ സഹായിക്കുക. അവർ കിടക്കണ ഷെഡ് എന്ന് പറഞ്ഞതാണ്. അവിടെ വെച്ചിട്ടാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. ഇവിടെയാണ് അവർ കിടക്കുന്നത് കേട്ടോ. ഇവിടെ 2-3 ഫാനുണ്ട്. ആ ഫാനിൻ്റെ ചുവട്ടിൽ അവരെങ്ങനെ കിടക്കും. പിന്നെ 98 വയസ്സായൊരു ഇതാണ് ഈ കള്ളി ഷർട്ടിട്ട് ആൾക്ക് 98 വയസ്സായിട്ടുണ്ട്. അയാൾ പിന്നെ മൂത്രം മരമൊക്കെ കിടന്ന കിടപ്പിൽ തന്നെ പോവുകയാണ് കേട്ടോ. അങ്ങനെയാണ്, പുറത്ത് പോയി ചെയ്യാനൊന്നും കഴിയില്ല. അതൊക്കെ മാമും അതുപോലെ തന്നെ സാറൊക്കെ നല്ലോണം. പിന്നെ ഇതാ ഈ അമ്മനെ ഞാൻ കാണിച്ചുതരാം. ഈ അമ്മ മാത്രമേ ഒരു പെണ്ണായിട്ട് കൊള്ളൂ കേട്ടോ. ഇതിന് മുന്നേ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിന് നിറഞ്ഞ സ്ത്രീകളായിട്ടില്ല ഉണ്ടായിന്. അവരൊക്കെ ഇപ്പം ഓരോരുത്തർ മരണപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു അമ്മനെ മാത്രമേ കാണുന്നുള്ളൂ പെണ്ണായിട്ട്. അപ്പം അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളും അവരെ കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവരെന്തായാലും നമ്മൾ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കാരണം അവരുടെ അവസ്ഥ അതാണ്.